ജെന്റിൽ എങ്ങനെയുണ്ട് ഈ വർഷത്തെ പരിപാടികൾ? അടിപൊളി. ഒരു 2 വർഷം മുമ്പുള്ള ഇവിടെ ഹാനോവർ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. അതിനേക്കാൾ ഈ പ്രാവശ്യം കൂടുതൽ എന്തായാലും മെച്ചമായിരിക്കും. ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ആൾക്കാർ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് പുറത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയി. ഒരു പരിധിവരെ നമ്മൾ എല്ലാവർക്കും പരിപാടി പങ്കെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ പരിപാടി ഇച്ചിരി ഫ്രീ ആയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നല്ലതായിരുന്നു. കാരണം ഓക്കെ. പിന്നെ ഞാൻ മിസ് ചെയ്തൊരു കാര്യം, നമ്മുടെ തലേദിവസം പിറ്റേ ദിവസം പരിപാടിയായിട്ട് നമ്മൾ ഓണാഘോഷമായിട്ടുള്ള എന്ത് പരിപാടി നടത്തുമ്പോൾ അത് മിസ് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മയാണ്. പക്ഷേ അതിലുപരി ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഇപ്പോൾ സുനീഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാം ഒരു ഫുഡ് ഉണ്ടാക്കാൻ വരുന്നു, ഇല്ല അതിനുവേണ്ടി ഡെഡിക്കേറ്റ് വരുന്നു. ഞാൻ ഉൾപ്പെടെ ആൾക്കാർ വരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ അവർ ആ ഒരു പരിപാടിയിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. തലേദിവസം പോകുന്നു, പിറ്റേ ദിവസം പോകുന്നു. അപ്പോൾ ആ ഒരു ഇതിലേക്ക് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് പോകുന്നു. പക്ഷേ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു. എൻ്റെ ഫാമിലിയിലുള്ള പിള്ളേരുമായിട്ടും എൻജോയ് ചെയ്യുന്നു. അവരെ സമയത്ത് കൊണ്ടെത്തിക്കാൻ പറ്റുന്നു. കുറച്ച് പേര് നമ്മൾ വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ആ ഫുഡുമായിട്ട് ഇറങ്ങി തിരിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പുറകെ നടക്കുകയാണ്. സമയത്ത് പാതിരാത്രി ആയിരിക്കും തിരിച്ചു കയറുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ് കുറച്ചുകൂടെ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പം മുതലേ പരപരാന്നായതുകൊണ്ട് എല്ലാ പരിപാടിയും കയറി അതിനകത്തെല്ലാം പങ്കെടുത്ത് അടിപൊളിയായിട്ട് ആഘോഷം. അതിൻ്റെ ഇടയിൽ വികൃതികൾ, അതിൻ്റെ ഒരു ചേട്ടന്മാരുടെ വഴക്കുറയിൽ, അമ്മയുടെ വഴക്കുറയിൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇത്രയും കൂടി കാര്യങ്ങളൊക്കെ ഒതുങ്ങി കൂടി. എന്നാലും കുഴപ്പമില്ലാതെ നമ്മളിവിടെ മലയാളി ഒരു 19ഓളം ഫാമിലികളുണ്ട്. നമ്മൾ എല്ലാ വർഷവും ഓരോ വർഷം തോറും ഗംഭീരമായിട്ട് തന്നെ എല്ലാ പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ഈ വർഷമാണെങ്കിൽ നമുക്ക് വടംവലി ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് പുറത്തുനിന്ന് ടീമുകൾ വന്ന് എല്ലാം ഭംഗിയായിട്ടെല്ലാം ഇതാവുന്നുണ്ട്. കഴിഞ്ഞിപ്പോൾ നമുക്ക് അടുത്ത കലാപരിപാടികളുണ്ട്, ഓണസദ്യയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം. എങ്കിലും നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഈ വർഷം നമ്മുടെ ഓണാഘോഷ പരിപാടികൾ സമാപിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഇനി പരിപാടികളുണ്ട്, കലാപരിപാടികൾ. എല്ലാ കുട്ടികളും കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും പരിപാടികൾ പങ്കെടുക്കാനായിട്ട് ഏതോളം 100-ലധികം കൊച്ചു കുട്ടികളുണ്ട് നമുക്കിവിടെ. ആ എല്ലാ കുട്ടികൾക്കും പരിപാടികൾ പങ്കെടുക്കാനുള്ള അവസരം നമുക്കിവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർഷം എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഓണാഘോഷം നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്നത് പോലെ വളരെ അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കാണാം, എല്ലാ കുട്ടികളും ഇവിടെ ഓടി നടക്കുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇത് ജർമ്മനിയാണെന്ന് പറയത്തില്ല, അതേപോലെ ഒരു സന്തോഷകരമായ ഓണാഘോഷം. നമ്മൾ ഒരിക്കലും നാട്ടിലെ ഒരു പ്രതീതി മിസ് ചെയ്യാത്ത പോലെ നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അകത്തേക്ക് പോവുകയാണ്. നമ്മുടെ വീണ്ടും കലാപരിപാടികൾ കുട്ടികളുടെ അവർക്ക് നമ്മൾ നാട്ടിൽ വെച്ച് ആസ്വദിച്ചുള്ള പള്ളിപ്പറമ്പുകളിലും ചെറിയ ക്ലബ്ബുകളിലും ഒക്കെ ആസ്വദിച്ച് പോന്നിട്ടുള്ള ആ ചെറിയ കലാപരിപാടികൾ നമ്മളിവിടെ വീണ്ടും ആസ്വദിക്കാൻ പോവുകയാണ്. കൊച്ചു കുട്ടികളുടെ ഡാൻസ്, പാട്ട്, കലാപരിപാടികളെല്ലാം നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ആ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് പോകും.
gold coin worth around 600 euro. ആരാണ് ആ ഭാഗ്യവാൻ ഭാഗ്യവതി? ഒരു മോളുമേളിലേക്ക് ഒരു ആരും ഒന്നും വിചാരിക്കുന്നത് വളരെ വിഷമത്തോടുകൂടി ഞാൻ ആ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അമ്മയ എന്നോട് ക്ഷമിക്കണം. ഇതിൽ കളവില്ല, മായമില്ല, തികച്ചും യാദൃശ്ചികം. രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനവും സോറി ഏതൻ സാജൻ. ഏതൻ സാജൻ പ്ലീസ് കം. മൂന്നാമത്തെ കൂപ്പൺ എടുക്കാൻ പോവുകയാണ്. ലക്കി ഡ്രോയിലെ തേർഡ് പ്രൈസ്. ഷോൺ ജോ. ഷേർലി ഡേവിസ് പ്ലീസ് കം. അന്നമ്മ ജോസഫ്. ജോളിയുടെ അമ്മച്ചിയുടെയുണ്ട് അന്നമ്മ ജോസഫ്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ഡിൻഡോ ക്യാപ്റ്റൻ നിങ്ങൾ പ്രൈസ് മേടിക്കണല്ലേ? എങ്ങനെയാ സംഭവം? ഭഗവതി അടിയനിൽ അടിവോടി നിത്തിരി കരിയണമേ. പരമേളം ചെണ്ടച്ചെങ്കില മരമടിക്കിണികിണി പലതാളം തക്കിടകിട തകത ചുവടുകളിൽ ഒരു ഞൊടിയുടെ പിഴയരുത്. അമ്മ ഹോയ് ഹോയ് അടവുകളുടെ ചുടുപകിടകൾ ഉരുളണ ഒരു വരമിനി അതിരളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി ചേ ചേ വണങ്ങി കുണുങ്ങി മണുങ്ങി അലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി. അയ്യേ ഈ മരമടയിലും ഞാനതിരല്ലടവും. ഒന്നും മേലഞ്ചാറട്ടില്ലത്തലി പിടികടലുകൾ ഒരു തൂകുന്നിത്തൈ വെച്ചാരടോ. ആ കുന്നിത്തൈ മേലെ അന്നം തിക്കിടയിൽ അടയ്ക്കകൾ കാച്ചു ചെന്നപ്പം മാങ്ങ പഴം തൊലിയെടുത്തൊരു തൊലിയടിയിലൊടികൊഴി. അമ്മ ഹോയ് ഹോയ് കുഴവിയിലെഴുപത് കിഴവികൾ അടകൊടു ചറപറ ചറപറ ഇടിയിടിയോ. ഇടിച്ചും പിടിച്ചും വലിച്ചും തൊഴിച്ചും കറിക്കും മുറുക്കും ചെറുക്ക നെരിച്ചും ചതച്ചും മുറിച്ചും തൊലിച്ചും കുരുമുള കരിപിടി ഒരു പിടി വിതറി വിടും. അടിതെറ്റിപ്പൊപ്പത്തോ വീഴല്ലേ കുയ്യാനേ നിന്നിഷ്ടം തന്നിഷ്ടം ഗതിന്താരോ. പിടകാനെ പിടയ്ക്കും പൂഞ്ചാവൽ കോഴിത്താൻ പിന്നാലെ കുറുക്കൻ തെയ്യന്താരോ. ആനത്തടിയനും ആനയ്ക്കൊടയനും ആനത്തൊടിയരുതനെ.
സ്വർണ്ണത്തിൽ കുറച്ച് സമ്മാനമാണ്. നമ്മുടെ പുതിയ തലമുറ എല്ലാവരും ഫോണിൽ അഡിക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ കളിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രായമായ 30+ ആയിട്ടുള്ളവരെല്ലാം നിൽക്കുമ്പോൾ പുതിയ പിള്ളേരെല്ലാം ഫോൺ കുത്തി പിടിച്ചിരിക്കുക. അപ്പൊ അവര് പുതിയ പിള്ളേരെല്ലാം വിളിച്ച് ഞങ്ങൾ മത്സരത്തിൽ വിളിച്ചു. വാശിയായിരുന്നു. എന്നാൽ ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ വളരെ മനോഹരമായി ക്രിക്കറ്റ് കളിക്കുന്നു. അവർ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ്. അവർക്കൊരു പ്രോത്സാഹന സമ്മാനമായിട്ട് 100 യൂറോ ക്യാഷ് പ്രൈസ്. അത് ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ടീമുകളെല്ലാം കൂടെ പിരിവിട്ട് കിട്ടിയത് ക്യാഷ് പ്രൈസും സ്വർണ്ണം ഡിപ്പോസിറ്റ് ട്രോഫിയും എല്ലാവരും കഴിച്ചോളി. നമ്മുടെ ഓണപരിപാടികൾ ഏകദേശം സമാപിക്കാൻ പോവുകയാണ്. നമ്മളിനി ചെറിയ പരിപാടികൾ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ സദ്യ കഴിഞ്ഞു. ഇനി അതിൻ്റെ ചെറിയ അടുക്കിപ്പറക്കലുകളെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്തു കൂട്ടും. ഇനിയും നമ്മൾ ഈ വർഷം ഇനി ഓണം വരും, വിഷു വരും, ക്രിസ്മസ് വരും, ഈസ്റ്റർ വരും. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയെന്ന് വീണ്ടും ആഘോഷിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണും വരെ ഈ ഓണാഘോഷത്തിൻ്റെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു പരിപാടി കാണും വരെ വീണ്ടും ഹാനോവർ മലയാളി അസോസിയേഷന്റെ എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.